അനുമതിയില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദം പുനഃസൃഷ്ടിച്ചതിനെതിരെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയുടെ നിർമ്മാതാക്കൾക്കും സംഗീത സംവിധായകനുമെതിരെ അന്തരിച്ച SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കുടുംബം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിലവിൽ SPBയുടെ മകൻ SP കല്യാൺ ചരണാണ് നോട്ടീസ് അയച്ചത്. അന്തരിച്ച ഗായകന്റെ ശബ്ദത്തിന്റെ അനശ്വരത നിലനിർത്താൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് കുടുംബത്തിന്റെ പിന്തുണയുണ്ടാകും. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി കുടുംബത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത് ചെയ്യുന്നതിൽ നിരാശരാണെന്ന നോട്ടീസിൽ SPBയുടെ കുടുംബം പറയുന്നു. ഇത്തരം കാര്യങ്ങളെ നിയമത്തിന്റെ വഴിക്ക് തന്നെ നേരിടാനാണ് ഒരുങ്ങുന്നതെന്നാണ് ചരൺ പറയുന്നത്. ഏത് സാങ്കേതികവിദ്യയും മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്ഷേ ആരുടെയെങ്കിലും ഉപജീവനമാർഗം അത് തടയുന്നതാകരുത്. ഈ സാഹചര്യത്തിൽ SPBയുടെ പാരമ്പര്യം തുടരാൻ നിയമപരമായ വഴി തന്നെ തേടുവാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. 2024 ജനുവരി 18-നാണ് ഏറ്റവും പുതിയ തെലുങ്കു സിനിമയുടെ നിർമ്മാതാവിനോടും സംഗീത സംവിധായകനോടും ക്ഷമാപണം നടത്തണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും റോയൽറ്റി തുക പങ്കുവയ്ക്കൽ എന്നിവ ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചത്. SPBയുടെ ശബ്ദം കുടുംബത്തിന്റെ അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്നത് വ്യക്തമാണ്. ഈ വിഷയത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്നതിൽ കുടുംബം താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല. അതേസമയം ഇതിനെതിരെ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് SP ചരൺ പ്രസ്താവനയിൽ പറഞ്ഞു. അന്തരിച്ച ഗായകരുടെ ശബ്ദം AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ധാർമ്മികമാണോ എന്ന ചർച്ചകൾ ചൂടുപിടിക്കുന്ന വേളയിലാണ് ഈ പുതിയ വിവാദമുണ്ടാകുന്നത്. അടുത്തിടെ ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകൻ AR റഹ്മാൻ അനുമതിയോടെ അന്തരിച്ച 2 ഗായകരുടെ ശബ്ദം ലാൽ സലാം എന്ന ചിത്രത്തിലെ ഗാനത്തിൽ ഉപയോഗിച്ചിരുന്നു. സമ്മതമോ അനുമതിയോ ഇല്ലാതെ വാണിജ്യ ആവശ്യത്തിന് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗായകരുടെ ശബ്ദം ഉപയോഗിക്കുന്ന പ്രവണത തുടർന്നാൽ അത് ഇപ്പോഴത്തെയും ഭാവിയിലെയും ഗായകരെ ബാധിക്കുമെന്നാണ് SP ചരൺ പറയുന്നത്.